അപ്പൊ ഇതിലേത് നക്ഷത്രത്തിലാണോ ഒരു കുട്ടി ജനിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ അധിപന്റെ ദശാകാലമായിരിക്കും ആ കുട്ടിക്ക് ആദ്യം അനുഭവപ്പെടുക. എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹത്തിനും അതിന്റെ കാരകത്വങ്ങൾ എന്ന് പറയും, ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ദശകാലം 7 വർഷമാണ്, ചിലപ്പോൾ 7 വർഷം ഉണ്ടാകും, അത് ജനിക്കുന്ന സമയം അനുസരിച്ച് ചിലപ്പോൾ 6 മാസമാകാം, വ്യത്യാസപ്പെട്ടു വരും. ഇപ്പൊ ശനിദശ കാണുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സിനിമ കാണാൻ വലിയ ഉത്സാഹമൊന്നും വരണമെന്നില്ല. ശനി എവിടെ നിൽക്കുന്നതനുസരിച്ച് തന്നെയാണ് എന്നിരുന്നാലും. പക്ഷെ ശുക്രനാണെങ്കിൽ നമ്മൾ ഒരാൾ സിനിമയ്ക്ക് വിളിച്ചാൽ അപ്പം നമുക്ക് പോകാൻ പെട്ടെന്നൊരു ഉത്സാഹം തോന്നും. നമ്മുടെ ചിന്തയ്ക്ക് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അപകടങ്ങളിലേക്ക് പോയി ചാടാനുള്ള അവസ്ഥ ഉണ്ടാകുക, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസ്ഥ ഉണ്ടാകുക ഒക്കെ ചെയ്യും. അപ്പൊ ആ ഒരു സമയം നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അസ്ട്രോളജി നോക്കിയിട്ടാണ് പറയാൻ എളുപ്പം, അതുകൊണ്ട് അത് പറയുന്നു, അത്രേ ഉള്ളൂ. ഇത് അസ്ട്രോളജി വേറെ, സയൻസ് വേറെ, ശരീരം വേറെ, ചിന്തകൾ വേറെ എന്നൊന്നുമില്ല. ഇതൊരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യം, പ്രപഞ്ചത്തെ പറ്റിയുള്ള ഒരു സത്യം. ഇപ്പൊ ഞാൻ ആ കുട്ടിക്ക് ജീവിക്കാനുള്ള യോഗമുണ്ട്, ആ കുട്ടി മരിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ 108 തവണ നമുക്ക് അപമൃത്യുക്കൾ സംഭവിക്കാന്നാ പറയുന്നത്. കാലമൃത്യു ഒന്നേ ഉള്ളൂ, കാലമൃത്യുവിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. ഈ അപമൃത്യുക്കൾ ചിലപ്പോൾ നമുക്ക് അപമാനമായിട്ടും ദുഃഖമായിട്ടും ഒക്കെ വന്നിട്ട് കടന്നു പോകാം. നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം ചേച്ചി. നമസ്തേ. ഇന്നൊരു പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ചോദിക്കാൻ പോകുന്നത്. ഇത് രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ്? ദശാകാലം എന്നും ദശാസന്ധി എന്നും പറയുന്നത്. ദശകാലം എന്ന് പറഞ്ഞാൽ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ അധിപനുണ്ട്. അതിൻ്റെ അധിപനായിട്ടുള്ള ഓരോ ഗ്രഹങ്ങളുടെയും 3 നക്ഷത്രങ്ങൾ വീതം 9 ഗ്രഹങ്ങൾക്ക് ഉള്ള അതാണ് 27 നക്ഷത്രങ്ങൾ. നമ്മൾ ഈ അത്തം, ചിത്ര തുടങ്ങിയ അങ്ങനെ പറയുന്ന, അതെ, അശ്വതി, മകം, മൂലം എന്ന് പറയുന്ന 3 നക്ഷത്രങ്ങൾ, കേതു എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ നക്ഷത്രങ്ങൾ, ഭരണി, പൂരം, പൂരാടം എന്ന് പറയുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ നക്ഷത്രമാണ്, കാർത്തിക, ഉത്തര, ഉത്തരാടം എന്ന് പറയുന്ന ആദിത്യന്റെ, രോഹിണി, അത്തം, തിരുവോണം ചന്ദ്രന്റെ നക്ഷത്രമാണ്, മകയിരം, ചിത്തിര, അവിട്ടം ചൊവ്വയുടെയാണ്, തിരുവാതിര, ചോതി, ചതയം എന്ന് പറയുന്നത് രാഹുവിന്റെ, പുണർദം, വിശാഖം, പൂരുട്ടാതി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ നക്ഷത്രമാണ്, പൂയ, മനിഴ, ഉത്രട്ടാതി എന്ന് പറയുന്നത് ശനിയുടെ നക്ഷത്രമാണ്, ആയില്യം, കേട്ട, രേവതി എന്ന് പറയുന്നത് ബുധന്റെ. അപ്പൊ ഈ 9 ഗ്രഹങ്ങളുടെ 3 നക്ഷത്രങ്ങളാണ് 27 നക്ഷത്രങ്ങൾ. അപ്പൊ ഇതിലേത് നക്ഷത്രത്തിലാണോ ഒരു കുട്ടി ജനിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ അധിപന്റെ ദശാകാലമായിരിക്കും ആ കുട്ടിക്ക് ആദ്യം അനുഭവപ്പെടുക. എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹത്തിനും അതിന്റെ കാരകത്വങ്ങൾ എന്ന് പറയും, ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കേതുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ മാതാമഹൻ, അമ്മയുടെ വഴിക്കുള്ള പരമ്പരയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ അഗ്നി സ്വഭാവമുള്ള ഒരു ഗ്രഹമാണത്, ചൊവ്വയെ പോലെയൊക്കെയാണ് അത് പെരുമാറുക. പിന്നെ ആ ഗ്രഹത്തിന് ഇപ്പൊ ജനിക്കുന്ന കുഞ്ഞുങ്ങളല്ല, അല്ലെങ്കിൽ അത് മോക്ഷത്തെ കാണിക്കുന്ന ഒരു ഗ്രഹമാണ്, നമ്മുടെ സഞ്ചിതമായിട്ടുള്ള കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സൂചന നൽകുന്ന ഗ്രഹമാണ്, നമ്മുടെ വിജ്ഞാന നാഡിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അങ്ങനെ നമുക്കൊരു ഡിറ്റാച്ച്മെന്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മളെ സ്പിരിച്വലി ഉയർത്തുകയൊക്കെ ചെയ്യും. അത് പ്രായം അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ ജനിക്കുന്ന അശ്വതി, മകം, മൂലം, കേതു ജനിക്കുന്ന കുട്ടിക്ക് ദശകാലം 7 വർഷമാണ്, ചിലപ്പോൾ 7 വർഷം ഉണ്ടാകും, അത് ജനിക്കുന്ന സമയം അനുസരിച്ച് ചിലപ്പോൾ 6 മാസമാകാം, വ്യത്യാസപ്പെട്ടു വരും. അപ്പോൾ ഈ കുട്ടിക്ക് ഇത് ഉണ്ടാകുമെന്നല്ല അതിന്റെ അർത്ഥം, കുട്ടിക്ക് ഡിറ്റാച്ച്മെന്റ് വരുമെന്നൊന്നുമല്ല. പക്ഷെ ഗ്രഹം അങ്ങനെയാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചൂട് കൊണ്ടുള്ള അസുഖങ്ങൾ വരാം, വീഴാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതൽ വരാം, അതായത് അപകടങ്ങൾ വരാം, ഇമ്പൾസീവായിട്ടൊക്കെ ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വരും, ചൊവ്വയുടെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഗ്രഹത്തിനൊരു പീരീഡ് ഉണ്ട്. അത് ജനിക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ കൂടിയിരിക്കും, കുറഞ്ഞിരിക്കും, ജനിക്കുന്ന സമയത്തിന്റെ അനുസരിച്ച്. അതിനുശേഷം ശുക്രദശ വരിക, പിന്നെ ആദിത്യന്റെ ദശാകാലം വരും. അങ്ങനെ ക്രമാനുഗതമായിട്ട് 9 ഗ്രഹങ്ങളുടെ, അത് നിശ്ചിതമാണ്, മാറ്റമില്ല, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഗ്രഹങ്ങളുടെ ബന്ധപ്പെട്ട കാലങ്ങൾ നടക്കുമ്പോൾ നമ്മളുടെ ഉള്ളില് ആ ഗ്രഹം അതിന്റെ ഛായ ഉണ്ടാക്കും എന്നാ പറയുന്നത്, ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമ്മളിൽ. അപ്പൊ എന്തൊക്കെയാണോ ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങള്, അത്തരം സ്വഭാവങ്ങള് നമ്മളില് ഉണരും, പ്രകടമായിട്ട് വരും. ആ തരം ഗ്രഹം സൂചിപ്പിക്കുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ എന്തൊക്കെ ജന്മാന്തരങ്ങളായിട്ട് കർമാനുഭവം ഉണ്ടായിരുന്നോ അതിൻ്റെയൊക്കെ ഒരു മെമ്മറി പോലെ
നമ്മളിലത് ഉണർന്നു വരും. ഇപ്പം ശുക്രനാണെങ്കിൽ നമുക്കെല്ലാം അറിയാം, വളരെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങളാണ്, കേട്ടിട്ടുണ്ട്. അപ്പൊ രുചികളും അഭിരുചികളും ഒക്കെ ശുക്രനെ കൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ നമ്മൾ ശുക്രന്റെ ഗ്രഹം എങ്ങനെയുണ്ട് എന്നുള്ളതനുസരിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടാതിരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് ഈ ലോകത്ത് ആസ്വദിക്കാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. ഇപ്പം നമ്മൾക്ക് വീട് വാഹനമൊക്കെ ശുക്രൻ്റെതാണ്. പക്ഷെ നമുക്ക് വീട് വേണം, എല്ലാവർക്കും വേണം, അതൊരു ഷെൽട്ടറാണ്. പക്ഷെ ഇങ്ങനെയുള്ള വീട് വേണം, ഇത്ര മനോഹരമായ വീട് വേണം, ഇങ്ങനെയുള്ള വാഹനം വേണം, ഇങ്ങനെയുള്ള വസ്ത്രം വേണം, ഇങ്ങനെയുള്ള അലങ്കാരം വേണം, ഇങ്ങനെയുള്ള ഭോഗങ്ങൾ വേണം എന്നൊക്കെയുള്ളത് വ്യക്തിഗതമാണ്. ഓരോ വ്യക്തിക്കും വ്യത്യാസമാണ്. അത് നമ്മളുടെ പഴയ ജന്മത്തിലുള്ള നമ്മൾ കണ്ടത് ശീലിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ആ വ്യത്യാസം അനുഭവപ്പെടുന്നത്. അപ്പം ശുക്രദശകാലം വരുമ്പോഴത്തേക്ക് നമ്മളുടെ ശരീരമാണ് ഒരു കഫപ്രകൃതിയിലേക്ക് മാറും. നമ്മൾ വളരെ ഇമോഷണലായിട്ട് മാറും. ശുക്രൻ നല്ലതായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല അനുഭവങ്ങളുണ്ടാകും, സ്നേഹം കൊണ്ട് ദുഃഖം ഉണ്ടാകും. ഇനി ശുക്രനാണെന്നൊക്കെ നമ്മൾ സന്തോഷത്തോടെ പറയുമെങ്കിൽ ഈ ഗ്രഹം അഫ്ലിക്റ്റഡ് ആണെങ്കിൽ വൈകാരികമായി ഒരുപാട് സംഘർഷങ്ങൾ നമ്മൾക്ക് അനുഭവപ്പെടും, രോഗങ്ങൾ വരാം. അപ്പോൾ പൊതുവേ എനിക്കിപ്പോൾ ശുക്രദശയാണ് അല്ലെങ്കിൽ അവനിപ്പോൾ ശുക്രദശയാണെന്ന് പറയുമ്പോൾ എല്ലാവരും അത് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു പ്രയോഗമാണ്. ചേച്ചി പറയുന്നത് അത് 100% അങ്ങനെയല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പൊ ശനി ദിശയാണെന്ന് പറഞ്ഞ് മോശമാണെന്നില്ല, രാഹുദിശയാണെന്ന് പറഞ്ഞ് മോശമാണെന്നില്ല. മഹാഭാഗ്യ യോഗമുള്ള രാഹുദിശ ഒരുപാട് ആൾക്കാർ അനുഭവപ്പെടുന്നുണ്ട്. കലാകാരന്മാർക്കൊക്കെ രാഹു ആയിരിക്കും ചിലപ്പോൾ നല്ലതായിട്ട് വരിക. അപ്പോൾ അതുപോലെ ശനിയാണെങ്കിലും ഭരണ നേതൃത്വമൊക്കെ കൊടുക്കുന്ന ധാരാളം ദിശകാലങ്ങളുണ്ട്. ഒരു ഗ്രഹം മോശമെന്നോ ഒരു ഗ്രഹം നല്ലതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ശുക്രദിശയാണെങ്കിൽ ഭോഗാനുഭവങ്ങളും ഭോഗങ്ങളുടെ ോടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ നമുക്ക് വരും. നമ്മളുടെ ജലതത്വത്തെ അത് സ്വാധീനിക്കും, നമ്മളുടെ ഹോർമോണൽ ലെവലിനെ സ്വാധീനിക്കും, റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിനൊരു കാരകത്വങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ മനോഭാവം അതുപോലെ മാറും. ഇപ്പൊ ശനിദശ കാണുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സിനിമ കാണാൻ വലിയ ഉത്സാഹമൊന്നും വരണമെന്നില്ല. ശനി എവിടെ നിൽക്കുന്നു എന്നനുസരിച്ച് തന്നെയാണ് എന്നിരുന്നാലും. പക്ഷെ ശുക്രനാണെങ്കിൽ നമ്മൾ ഒരാൾ സിനിമയ്ക്ക് വിളിച്ചാൽ അപ്പം നമുക്ക് പോകാൻ പെട്ടെന്നൊരു ഉത്സാഹം തോന്നും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. അതേസമയം ശനിദശ നടക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും വളരെ ഗഹനമായൊരു വിഷയത്തെപ്പറ്റി പഠിക്കാൻ ഒരു അവസരം കിട്ടി, നമ്മൾ അതിന് പോകും, കുറച്ച് ക്ലേശം സഹിച്ചാലും. അങ്ങനെ വ്യത്യസ്തമാണ് ഈ ഓരോ ഗ്രഹങ്ങളുടെയും ഇമ്പാക്റ്റ്. അതിപ്പോ തിരുനാവായയിൽ മാമാങ്കം നടക്കുന്നുണ്ടല്ലോ, പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു വരാൻ പറഞ്ഞു. എനിക്ക് പോകാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതെന്തായിരിക്കും? അതെ അതെ, അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അതെ, അത് അവരുടെ ഗ്രഹനിലയിലുള്ള അവർക്ക് എന്തുമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളോടും പൗരാണിക കാര്യങ്ങളോടും ഒക്കെ താല്പര്യം ഉണ്ടോ എന്നുള്ളതനുസരിച്ച് തന്നെയാണ്. അതിപ്പോ നോർത്ത് ഇന്ത്യയിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന ഒരു സംഭവം നമ്മുടെ നാടിന്റെ എന്റെ മൂക്കിന്റെ താഴെ വന്ന് നടക്കുന്നു, പക്ഷെ ഞാൻ പോകുന്നില്ല, മഹാസംഭവമാണ് എന്നൊക്കെ പറയും. ഒരു വട്ടം കാണാനെങ്കിലും എന്ത് വിശ്വാസം ഉണ്ടോ എന്നുള്ളത്, എന്നാൽ പോലും അത് എനിക്ക് തോന്നുന്നില്ല. അതായത് ഗ്രഹങ്ങളുടെ ഒരു ഇമ്പാക്ട് അതിന്റെ മേലെ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പം ഇപ്പം ശനിയെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശനിയുടെ ദശകാലം നടക്കുമ്പോൾ നമുക്ക് വാദപ്രകൃതം വരും. വാദപ്രകൃതമുള്ള ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവ വിശേഷങ്ങളുണ്ട്. വാദവും പിത്തവും കഫമൊക്കെ വരുമ്പോൾ ആയുർവേദം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ. അപ്പം അങ്ങനെ നമ്മളുടെ സ്വഭാവങ്ങളൊക്കെ മാറി ഈ ഗ്രഹങ്ങളുടെ പീരീഡ് ഉണ്ട്. ഇപ്പം ശുക്രദശയാണെങ്കിൽ 20 വർഷക്കാലമായിരിക്കും അതുണ്ടായിരിക്കുക. ശനിയാണ് 19 വർഷക്കാലം ഉണ്ടാകും. ഇത് ചൊവ്വയാണ് 7 വർഷം ഉണ്ട്. അതെല്ലാം സ്ഥിരമായിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ശനിയാണ് 7 വർഷമേ ഉള്ളൂ, ആദിത്യനാണ് 6 വർഷമേ ഉള്ളൂ. അപ്പൊ ആ ബന്ധപ്പെട്ട ഗ്രഹത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുക, ആ ചിന്താതരംഗങ്ങൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ പഴയ ജന്മങ്ങളിൽ എങ്ങനെ കഴിഞ്ഞിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കർമാനുഭവം നമുക്ക് പറയാം. അതാണ് നമ്മളിൽ ഉണർന്നു വരുന്ന ചിന്തകൾ. അതനുസരിച്ച് നമ്മൾ അതിൽ കൂടി കടന്നു പോകുന്ന ഒരു നിശ്ചിത പീരീഡാണ്. അതിനെയാണ് ദശാകാലം, നക്ഷത്ര മഹാദശാകാലം എന്ന് പറയും. പക്ഷെ ഈ ഒരു ദശ പോയിട്ട് തീരുന്ന ഒരു പീരീഡ് ഉണ്ട്. എന്റെ ഓരോ ദശയ്ക്ക് 3 നക്ഷത്രങ്ങൾ എന്നാണ്. അതെ, ഓരോ ദശയ്ക്കല്ല, ഓരോ ഗ്രഹത്തിന് 3 നക്ഷത്രങ്ങൾ. അങ്ങനെ 9 ഗ്രഹമാകുമ്പോഴത്തേക്ക് 120 വർഷമാകും ഒരു പൂർണ്ണായുസ്, പുരുഷായുസ്. അപ്പോൾ നമ്മൾ ഈ ദശാകാലം തീരുന്ന സമയം, ഏതൊരു ദശാകാലമായാലും തീരുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ. ഇപ്പം ശുക്രനാണ് 20 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ആദിത്യൻ തുടങ്ങാൻ പോകുന്ന ഒരു പീരീഡ് ഉണ്ട്. ആദിത്യനാണെങ്കിൽ അതിൽ കഴിഞ്ഞിട്ട് ചന്ദ്രൻ തുടങ്ങാൻ പോകുന്ന ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ ഈ ഗ്രഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ
നമ്മളിലുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. ഇപ്പം ഈ കഫപ്രകൃതാണ്, അത് മാറിയിട്ട് ആദിത്യൻ വരുമ്പോൾ അഗ്നി നമ്മളിൽ അധികരിക്കും. അഗ്നി അധികരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മറ്റേ ഷുഗറിനായിരിക്കും വളരെ സോഫ്റ്റ് ആയിരിക്കുക, മൃദുവായിരിക്കുക, സ്നേഹം ആഗ്രഹിക്കുക, സെൻസിറ്റീവ് ആവുക ചെയ്യുന്ന നമ്മൾ ആദിത്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, നേതൃത്വ ഗുണം ഉണ്ടാകുക, ഈഗോ കൂടുക, എന്തിനും പുറപ്പെടാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുക, ക്ഷാത്രവീര്യം നമ്മളിൽ ഉള്ളിലുണ്ടാകും, അഗ്നി തത്വം നമ്മളിലേക്ക് വരും. അപ്പം ഈ 2 തത്വങ്ങളും കൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ഇതിന്റെ ഗുണം നമ്മളിൽ കുറയും, മറ്റതിന്റെ ഗുണം പൂർണ്ണമായിട്ട് എത്തുകയും ചെയ്യാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ രണ്ടുമല്ലാത്ത ഒന്ന് അധികരിക്കും എന്നാണോ പറയുന്നത്? ഒന്ന് തീർന്നിട്ട് മറ്റൊന്നിലേക്ക് കടക്കുന്ന അവസ്ഥ. അപ്പൊ ഇതിന്റെ ഗുണങ്ങളൊക്കെ നമ്മളിൽ കുറയും, മറ്റതിന്റെ ഗുണങ്ങളൊക്കെ വന്നു തുടങ്ങിയുമില്ല. ഇവര് ചാർജ് കൈമാറാൻ പോയി, മറ്റൊരു സ്വീകരിച്ചില്ല, ആ ഒരവസ്ഥ. അപ്പൊ നമ്മളുടെ ഹോർമോണൽ ലെവലിലെ വ്യത്യാസം വരും, ബോഡി കെമിക്കലിലെ വ്യത്യാസം വരും, ചിന്തയ്ക്കും കാഴ്ചപ്പാടിനും എല്ലാം വ്യത്യാസം വരും. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഫിയർ വരും. കാരണം നമുക്ക് എന്താ മരണഭയം വരുമെന്നാ പറയുന്നത്. അതുപോലെ ഫിയർ വരും, രോഗങ്ങൾ വരാൻ പറ്റിയ ഒരു സമയമാണ് ആ പ്രാണയുടെ ഒരു കുറവ് സംഭവിക്കുന്നത്. കുറഞ്ഞിട്ട് അത് വേറൊന്നിലേക്ക് പോവുകയാണ്. ആ പീരീഡുകളിൽ അസുഖങ്ങൾ വരിക, നമ്മുടെ ചിന്തയ്ക്ക് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അപകടങ്ങളിലേക്ക് പോയി ചാടാനുള്ള അവസ്ഥ ഉണ്ടാകുക, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസ്ഥ ഉണ്ടാകുക ഒക്കെ ചെയ്യും. അപ്പൊ ആ ഒരു സമയം നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ദശാസന്ധി ചോദിക്കാൻ എന്തോ വന്നിരുന്നു അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ചേച്ചി സംസാരിക്കുന്നത് ഈ ഹോർമോണൽ കെമിക്കൽ ചേഞ്ചസ് എന്നൊക്കെ പറയുമ്പോൾ ജ്യോതിഷം പ്ലസ് സയൻസും കൂടി അതില്, ജ്യോതിഷം സയൻസ് ആണല്ലോ അത്, അല്ല നമ്മുടെ ജീവശാസ്ത്രം, അതെ, അതും കൂടി അതില് തീർച്ചയായിട്ടും മിക്സ് ആണ് പറയുമ്പോൾ. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകള് നമ്മളുടെ എല്ലാ ധാതുക്കളും എല്ലാ കാര്യങ്ങളും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആയാലും നമ്മുടെ ഹോർമോണിന്റെ ഘടകമായാലും എല്ലാം ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് ചലിക്കുന്ന ഈ ഭൂമിയിലെ ഒരു ബബിളാണ് നമ്മള്, ഒരു എനർജി ബബിളാണ്, എനർജി പാർട്ടിക്കിളാണ്. അത് ഈ പ്രകൃതിയിലുള്ള എല്ലാം നമ്മളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പൊ പൗർണമി വരുമ്പോൾ വേലിയേറ്റം ഉണ്ടാവുമല്ലോ, അത് ഞാൻ അസ്ട്രോളജി പറഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്, അല്ല, അത് പ്രകൃതി നിയമമാണ്. ദിവസം 2 നേരം വേലിയേറ്റവും വേലിയിറക്കവും ചന്ദ്രനനുസരിച്ച് പൗർണമി സമയത്ത് വേലിയേറ്റം ഉണ്ടാകും. അതുപോലെ പൗർണമി സമയത്ത് മാനസിക തകരാറുള്ളവർക്കും അത് കൂടും. ജലതത്വം അധികരിക്കും ഭൂമിയില്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ ചിന്തയെ ബാധിക്കുന്നു, ഭൂമിയിലുള്ള ജലതത്വത്തെ ബാധിക്കുന്നു. അതൊരു സയൻസ് അല്ലേ? അതുപോലെ തന്നെ ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങള് അസ്ട്രോളജി നോക്കിയിട്ടാണ് പറയാൻ എളുപ്പം. അതുകൊണ്ട് അത് പറയുന്നു, അത്രേ ഉള്ളൂ. ഇത് അസ്ട്രോളജി വേറെ, സയൻസ് വേറെ, ശരീരം വേറെ, ചിന്തകൾ വേറെ എന്നൊന്നുമില്ല. ഇതൊരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യം, പ്രപഞ്ചത്തെ പറ്റിയുള്ള ഒരു സത്യം. അതിൽ മനുഷ്യനൊരു പ്രപഞ്ചത്തിന്റെ ഭാഗമായതുകൊണ്ട് മനുഷ്യനിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവങ്ങൾ, ഫലഭാഗം മാത്രമല്ല മനുഷ്യന്റെ ചിന്തകളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, ചിന്ത ത്രൂ ആണ് നമുക്ക് അനുഭവങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്കത് നോക്കി പറയാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഈ ദശാസന്ധിയിൽ സംഭവിക്കുന്ന ഇതാണ്. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ശരീരം വേണമെങ്കിൽ കൺഫ്യൂസ്ഡ് ആണെന്ന് പറയാം. കാരണം കഫത്തിൽ നിന്ന് നേരെ അഗ്നിയിലേക്ക് പോകുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഇമോഷണലായിട്ട് നിന്ന ഒരാൾ ഈഗോയിസ്റ്റിക് ആയിട്ട് മാറുന്നു. അപ്പോൾ ഉള്ള ചേഞ്ചസ് ഉണ്ടാവണമല്ലോ, ചിന്തകളിലും ഉണ്ടാവണം, കാഴ്ചപ്പാടിലുണ്ടാവണം. അപ്പോൾ ആ ഒരു പീരീഡിൽ മനുഷ്യന് ഭയം ഉണ്ടാവും. പലപ്പോഴും ആളുകൾ പറയും, എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഭയം, അസ്വസ്ഥത, അതാ ചേഞ്ച് വരും. അത് കഴിഞ്ഞ് അതങ്ങ് മാറുകയും ചെയ്യും. അപ്പൊ ആ ഒരു പീരീഡിൽ നമ്മൾ അപകട സാധ്യതകൾ കൂടുതലാണ്. എന്തുകൊണ്ടാ? അവിടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്, അപകടം ഉണ്ടാകും, ഇവിടെ എല്ലാ ടെൻഡൻസി വരും. അതുപോലെ രോഗങ്ങൾ വരാനുള്ള സാധ്യത, ഇമ്മ്യൂണിറ്റി കുറയും. നമ്മുടെ ചിന്ത ഇങ്ങനെയാകുമ്പോൾ ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ട് കുറയും. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ജാഗ്രതയായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരാൾക്ക് കുറച്ച് മാനസിക ഉല്ലാസമല്ല, മാനസിക ഊർജം പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില നോക്കിയും ജാതകം പരിശോധിച്ചും നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇത് ചേച്ചിക്ക് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രഹനില നോക്കിയിട്ട്
ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സംഘർഷം അനുഭവിക്കുന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അത് ഈ ഒരു നിശ്ചിത പീരീഡിലാണുള്ളത്. അതിനെ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റും, ഇന്ന ജപം ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ചിന്താധാര പുലർത്താൻ പറ്റും. നിങ്ങളുടെ ഈ ചിന്തകളിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിന്നാൽ ഇത് വ്യത്യാസം വരും. അങ്ങനെ അവർക്ക് വേണ്ട ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഈ ജപം ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഈ ജപത്തിലോ വിശ്വാസമില്ലാത്ത ആള് മാർഗമുണ്ടല്ലോ, യോഗ ചെയ്താൽ മതി, പ്രാണായാമം. നീ അതും ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് സർവീസ് ചെയ്താൽ മതി, ജിമ്മിലും പോയാൽ മതി, 10 മനുഷ്യരെ സഹായിക്കുക രാവിലെ എണീറ്റിട്ട്. സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ കണ്ണടച്ചിരുന്ന് മുദ്രയും പിടിച്ചിരുന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല പല രീതിയിലും നമുക്ക് ആ മാറ്റം നമ്മിൽ തന്നെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സഹായിക്കും. ചില ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസും ചിലർക്ക് നമ്മൾക്ക് ജ്ഞാനം കേട്ടാൽ സന്തോഷമാണ്. നമുക്കൊരു എന്തെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടുമ്പോൾ എനിക്ക് പുതിയ കുറേ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ കുറേ ദിവസം ഞാനതിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു, അതറിയാൻ പറ്റില്ലോ എന്നുള്ളൊരു സന്തോഷം അങ്ങനെ ഇരിക്കും. അല്ല ചിലർക്കത് സുരേഷ് ഒരു പാട്ട് കേട്ട പോരെ, നല്ലൊരു കീർത്തനം സുരേഷിന് ഇഷ്ടമുള്ള കേട്ട് കഴിയുമ്പോൾ മനസ്സ് ശാന്തമാകില്ലേ. ഇനി അതല്ല, അതും പറ്റില്ലാത്തവർക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വിശക്കുന്നവർക്ക് 4 പേർക്ക് ആഹാരം കൊടുക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ രാവിലെ നമുക്ക് എന്തെങ്കിലും കാര്യം അറിയാം, അത് 4 പേരെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, പകർന്നു കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു അറിവ്. അങ്ങനെ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ദുഃഖിച്ചിരിക്കുന്ന മനുഷ്യരോട് നമ്മൾ സന്തോഷമായിട്ടൊരു വാക്ക് സംസാരിച്ച് തന്നെ ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറിപ്പോകും. ആത്മഹത്യയിലേക്ക് പോകുന്ന മനുഷ്യരോട് നമ്മളൊരു വാക്ക് ആ സമയത്ത് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഇത് ചോദിക്കുമ്പോൾ എനിക്കൊരു ഓർമ്മയുള്ള ഒരു സംഭവം വരുന്നത്, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, ഞാൻ കണ്ണൂരുള്ളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. ഞങ്ങൾ വൈകുന്നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴിങ്ങനെ ഗ്രഹനിലയൊക്കെ നോക്കി, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് അവരുടെ ചേച്ചിയുടെ മകനെ പറ്റി ചോദിച്ചു, ഇവനെ പറ്റി എന്താ പറയാനുള്ളതെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് എന്നെ കൈ കാണിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, ചോദിക്കുന്നതിന് സത്യം പറഞ്ഞാൽ മാത്രം പറയുള്ളൂ. സത്യം പറയുമോ എന്ന് ചോദിച്ചു. പറയുമെന്ന് പറഞ്ഞു. ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി ഞാൻ കരഞ്ഞു. കാരണം ഇവർ ലീവ് കഴിഞ്ഞ് ഒരു പുറത്തായിരുന്നു. ലീവ് കഴിഞ്ഞ് പോയ ഉടനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി വിഷം വാങ്ങി കൈ വെച്ചിരിക്കും, തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂട്ടത്തോടെയൊക്കെ ഒരു കരച്ചിലും വലിയ ബഹളം, വളരെ ഇമോഷണലായിട്ടുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഈ കുട്ടിയുടെ അനുജന് വിസ എടുത്തു, ജോലിയൊക്കെ ആയി. ഈ കുട്ടിക്ക് 2-3 പ്രാവശ്യം കൊടുത്തപ്പോൾ റിജക്റ്റ് ചെയ്തു. വിഷമം അതിൻ്റെ ഉണ്ട്, ജോലിയും കിട്ടുന്നില്ല, ചെറിയൊരു പ്രശ്നമുള്ള ആൾ. അങ്ങനെയായപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഞാൻ പറയുന്നതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് ഈ വിഷം എടുത്ത് ഉപയോഗിച്ചു, അതുവരെ അതങ്ങ് മാറ്റി കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അതെന്താന്ന് ചോദിച്ചു. അപ്പം ഏപ്രിലിൽ ജോലി കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ ചോദിച്ചോളൂ, ഏപ്രിൽ എന്നായിരിക്കും എന്ന്. അപ്പം ഞാൻ പറഞ്ഞു 17-ാം തീയതി ആയിരിക്കും എന്ന് പറഞ്ഞു. അത് 17-ാം തീയതി പുള്ളി ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോയി. അതൊരു പ്ലാനറ്ററി ചേഞ്ച് വെച്ചിട്ട് പറഞ്ഞതാ. അന്നേരം പിന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലും വന്നു, അത് വെച്ചിട്ട് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചേച്ചി, ഇത് ചോദ്യം പ്രസക്തമാണോ എന്ന് എനിക്കറിയില്ല. അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണെങ്കിൽ പറയില്ലേ, ഇപ്പോൾ ചേച്ചിയുടെ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്താൽ മതി, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു. അത് എന്നോട് കൺസൾട്ട് ചെയ്തിട്ടല്ലല്ലോ, അതെന്നോട് കൺസൾട്ട് ചെയ്തുകൊണ്ടല്ല. ആ കുട്ടിക്ക് അങ്ങനെ പോകാൻ യോഗം ജാതകത്തിലുണ്ട്. ആ കുട്ടിക്ക് മരിക്കാൻ തക്ക സമയത്ത് ഈശ്വരൻ അയച്ചു തന്നെയായിരിക്കും. ഞാൻ കൈ നോക്കിയിട്ടാണ് അത് പറഞ്ഞത്. ഇപ്പൊ ഞാന് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള യോഗമുണ്ട്. ആ കുട്ടി മരിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ 108 തവണ നമുക്ക് അപമൃത്യുക്കൾ സംഭവിക്കാന്നാ പറയുന്നത്. കാലമൃത്യു ഒന്നേ ഉള്ളൂ. കാലമൃത്യുവിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. ഈ അപമൃത്യുക്കൾ ചിലപ്പോൾ നമുക്ക് അപമാനമായിട്ടും ദുഃഖമായിട്ടും ഒക്കെ വന്നിട്ട് കടന്നു പോകാം. അപ്പൊ അങ്ങനത്തെ ഒരു അപമൃത്യു സംഭവിക്കാമായിരുന്ന ഒരു പീരീഡാണ്. പക്ഷെ നിശ്ചയിച്ചത് ജീവിക്കാനാണ്. അപ്പൊ ഞാനൊരു നിമിത്തമായത്. എൻ്റെ അടുത്ത് പ്രോബ്ലം ഉള്ളവരെല്ലാം വന്ന് അവരുടെ പ്രോബ്ലം എല്ലാം ഞാൻ പരിഹരിച്ചു കൊടുക്കാൻ ഞാൻ ഇന്നുവരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർക്ക് തന്നെ പ്രോബ്ലം പരിഹരിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പഠിപ്പിക്കുന്നുണ്ടല്ലോ.
അപ്പോൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന നിരവധി പേർക്ക് ആശ്വാസമാകാൻ അവരുടെ ഗ്രഹനില അല്ലെങ്കിൽ ജാതകം പരിശോധിച്ച് സഹായിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഉറപ്പാണ്, തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പോൾ കാരണം ഇന്നത്തെ ഒന്നുമില്ലെങ്കിൽ ഒരു ദുഃഖത്തിൽ കൂടി കടന്നു വന്നത് ഇത്ര പീരീഡേ ഉള്ളൂ എന്നുള്ള ഒരു അറിവ് കിട്ടിയാൽ തന്നെ മനുഷ്യനൊരു ആശ്വാസമാണ്. ഇത്രയേ ഉള്ളൂ ഇനി ഇനി ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്, അല്ലെ ഇന്ന കാരണം കൊണ്ടാണിത് ഇന്ന് പല പല വഴികളാണ് ഒരാളെ പോലെ അല്ല വേറൊരാൾക്ക്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ അധികവും മാനസികമായി വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ആൾക്കാരാണ്. സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും ഒക്കെ സേവനം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലമാണ്. വളരെയേറെ. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. വളരെയേറെ മനസംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ കൂടി വരികയാണ്. പൊതുവേ നമ്മളുടെ ഇപ്പം മറ്റേന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോകം, നമ്മുടെ വീട്, നമ്മുടെ ഗ്രാമം, അത്രയേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ലല്ലോ. ലോകത്ത് എവിടെ നടക്കുന്ന കാര്യവും നമ്മളുടെ ഇതില് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ്. അത് മനസ്സിന് സംഘർഷമുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു. വിഷമിക്കുന്ന മനസ്സുകൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ ചേച്ചി കഴിയും. എനിക്ക് മാത്രമല്ല, അതെ, തീർച്ചയായിട്ടും ശാസ്ത്രത്തിന് കഴിയും. തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് കാണാം. ശരി, താങ്ക് യു വെരി മച്ച്.